speak for myself inside the Valley. When WhatsApp sold for 19 billion US dollars, not Hong Kong dollars, US dollars, I think a lot of us were shocked until we thought about it and understood the value of that many consumers, having access to that many consumers, and what companies typically pay on a per consumer basis when you're a cable TV company. Now, again, this is probably not the place to debate how much you can get through WhatsApp. $1 a year per customer is not going to do it, but there will be opportunity, I believe, to sell these same customers other things as they join your ecosystem. And there was quite a battle between Facebook and Google over that property. So it wasn't one guy did something really silly with a lot of money. Mark Zuckerberg won an auction over Google and paid a high price, but got a very, very, very valuable asset in the 21st century. I'll speak for myself. പുള്ളി തന്നെ പറയുന്നുണ്ട്, ലാറി എലിസൺ തന്നെ പറയുന്നുണ്ട്, ആക്ച്വലി ആ ഒരു വാട്സപ്പിനെ ബൈ ചെയ്യുന്നത് ഭയങ്കര കിടിലൻ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുവഴിയായിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം വളരെ 300 മില്യൺ അങ്ങനെയാണ് യൂസേഴ്സ് ഉണ്ടായിരുന്ന, 300 മില്യൺ ആണെന്ന് എനിക്കൊന്ന്, അല്ലെങ്കിൽ 300-ൻ്റെ മുകളിൽ, ഏകദേശം ഇപ്പം 3.5 ബില്യൻ്റെ മുകളിലാണ് ഇപ്പോൾ യൂസേഴ്സായിട്ട്. 2.5 ബില്യണോ 3 അത്രയും വലിയ യൂസേഴ്സായിട്ട് വരുന്നത്. അന്ന് ആ ഒരു സമയത്ത് 19 ബില്യണാണ് ആക്ച്വലി ഇതാക്കിയത്. അപ്പോൾ ഈ പുള്ളിക്കൊക്കെ ഇത് ഭയങ്കര ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. ഇത്രയും സാധനത്തിന് ഈ വാട്സപ്പ് കൊണ്ട് വലിയ കാര്യമുണ്ടോ എന്നൊക്കെ പുള്ളിയൊക്കെ വിചാരിച്ചു. പണ്ട് എന്താ പറയുക, നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഈ വാട്സപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുമെന്നൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് ഏകദേശം ഞാൻ 9-ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ വാട്സപ്പിനെ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ ആക്ച്വലി. അപ്പോൾ അതായത് ഞാൻ ആ സമയത്തേക്ക് വിചാരിക്കുന്നത് ഞാൻ ഇന്ന് വാട്സപ്പിലേക്ക് കയറുമോ, നമ്മൾ അങ്ങനെയൊക്കെ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ബട്ട് എവിടെ, അന്ന് ആ സമയത്ത് ചിന്തിക്കുന്ന പോലെയല്ല. ഇന്നാണെങ്കിൽ ഇപ്പോഴും വാട്സപ്പിലേക്ക് ഇല്ലേ എല്ലാത്തിനും, എവിടെന്നെങ്കിലും മെസ്സേജസ്, കമ്പനി റിലേറ്റഡ് മെസ്സേജസ്, അങ്ങനെ വേറെ എല്ലാത്തിനും ഇപ്പം വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. മിക്ക ഒരു ആൾക്കാരും അങ്ങനെ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ചെറുപ്പത്തിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നമുക്കിങ്ങനെ നെറ്റ് വാങ്ങണമല്ലോ. നെറ്റ് വാങ്ങണമെങ്കിൽ അന്ന് 1 GB നെറ്റിന് ഏകദേശം 129 രൂപ 149 രൂപ 1 GB ഒരു മാസത്തേക്ക് ഇടണമെങ്കിൽ ആ ഒരു സമയത്താട്ടോ അത്രയും പൈസ നമ്മൾ കൊടുക്കണം. അല്ലാതെ നമുക്ക് ആ ഒരു നെറ്റൊന്നും നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ അത്രയും പൈസ ഞാൻ ഏകദേശം ഒരു മാസമൊക്കെ ഞാൻ ഏകദേശം 200 MB കൊണ്ടൊക്കെ നിന്നിട്ടുണ്ട്. അന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഈ സ്വിച്ചിൻ്റെ മൊബൈലൊക്കെയാണ്. അതുകൊണ്ടൊക്കെ ഞാൻ 200 MB ഒക്കെ ആ സമയത്ത് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കും. പക്ഷേ എന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ വല്ലപ്പോഴും ഒക്കെ, അതായത് രണ്ട് ദിവസത്തിലൊന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ആ ഒരു സമയത്ത് ഫേസ്ബുക്കിൽ എല്ലാ ദിവസവും കയറുന്ന ഒരാളെന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിരുന്നു എന്നെ സംബന്ധിച്ചൊക്കെ. എന്നിട്ട് പിന്നെ ഇപ്പം ഫേസ്ബുക്കിൽ കയറാത്ത ആൾക്കാരാണ് ഇപ്പം വലിയ അത്ഭുതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ. ആ ഒരു കാലത്തിൽ, ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ആ ഒരു വളർച്ചാ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതെല്ലാം തന്നെ. ആ ഒരു സമയത്തെ കാര്യമാണ് പുള്ളിപ്പം ആക്ച്വലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.